മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് നടക്കും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് സെക്രട്ടേറിയറ്റിലാണ് യോഗം. ഭൂമിയിൽ പ്രദേശവാസികൾക്കുള്ള റവന്യൂ അവകാശം എങ്ങനെ നൽകാമെന്നതാണ് യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. ഷെവീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത്. ഷെവീദ്, ഗുഡ് മോർണിംഗ്. മുനമ്പം പ്രതിസന്ധിയുടെ മുനമ്പിൽ തന്നെയാണ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ പ്രതിസന്ധിയുടെ മുനമ്പിലുള്ള മുനമ്പത്തെ ഏത് തരത്തിലുള്ള സമവായം കൊണ്ട് നേരിടാം എന്നുള്ളതാണ് സർക്കാർ ഇന്ന് പ്രധാനമായും ആലോചിക്കുക. ഇന്ന് വൈകിട്ട് 4 മണിക്ക് സെക്രട്ടേറിയറ്റിൽ യോഗം ചേരും. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, നിയമമന്ത്രി, വഖഫ് മന്ത്രി, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായും ഈ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതോടെ മുനമ്പത്തെ 614 കുടുംബങ്ങൾക്കാണ് ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടമായത്. ഇതിൽ ഒരു സമവായം കണ്ടെത്തുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 3 പ്രധാനപ്പെട്ട സമവായ നീക്കങ്ങൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഭൂമിയിൽ ഡിജിറ്റൽ സർവേ നടത്തുന്നത് സർക്കാർ പരിഗണനയിലുണ്ട്. ഭൂമി വഖഫായി പ്രഖ്യാപിച്ച വഖഫ് ബോർഡ് തീരുമാനത്തിനെതിരെ ഫറൂഖ് കോളേജ് വഖഫ് ട്രൈബ്യൂണൽ നൽകിയ കേസിൽ കക്ഷി ചേരുന്ന കാര്യവും സർക്കാർ പരിഗണിക്കും. ഈ 2 വിഷയങ്ങളിലും ഇന്ന് ചേരുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ മുനമ്പത്ത് നിന്ന് ആരെയും കുടിയിറക്കില്ലെന്ന് സർക്കാർ യോഗത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഉറപ്പ് അത് മുന്നോട്ട് വയ്ക്കും. അതേസമയം കഴിഞ്ഞ ദിവസമടക്കം മുനമ്പത്ത് നമ്മൾ ചില ചർച്ചകളടക്കമുള്ള കാര്യങ്ങൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളടക്കം ഈ യോഗത്തിൽ ചർച്ചയാകും. അടിയന്തരമായി പ്രശ്നപരിഹാരം, പ്രത്യേകിച്ച് സംഘപരിവാർ ഈ വിഷയം ഏറ്റെടുക്കുന്നു എന്ന അഭിപ്രായം CPM-ലുണ്ട്. അതുകൊണ്ട് അടിയന്തരമായ പ്രശ്നപരിഹാരം അതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. താങ്ക് യു. ഷെവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.